ഹലോ ഫ്രണ്ട്സ്, ചെമ്മനെ പോലെ ഇന്നത്തെ വിശേഷങ്ങൾക്ക് ഏവരെയും സ്വാഗതം ചെയ്യും. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി കൂടി ഓർമ്മിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് കിടക്കുക. അങ്ങനെ നമ്മുടെ ശ്രുതിയും കൂടി ചേർന്ന് വീട് കാണാൻ പോകണം. വീട് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവരങ്ങോട്ടും ഇങ്ങോട്ട് പൂർത്തു എന്നോ വീടായത് സ്വർഗം പോലെയുണ്ട് എന്ന് നമ്മുടെ ശ്രുതി പറയണം. അപ്പോഴത്തേക്ക് ശ്രുതി പറയാം, അതേ ശ്രുതി എങ്ങനെയാലും എനിക്ക് ഈ വീട് മേടിക്കണം, എങ്ങനെയാലും മേടിച്ച് നമുക്ക് മേടിക്കാം ശ്രുതി, കാരണം എനിക്ക് നന്നായിട്ട് ബോധിച്ചു പോയെന്ന് ശ്രുതിയും പറയുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് സംസാരിക്കാം എന്നുള്ള ഇത് അകത്ത് കയറി പോകണം. അകത്ത് കയറി ചെന്നപ്പോഴത്തേക്ക് ഓണറുണ്ട്, അതായത് ഭാര്യ ഭർത്താവ്, ഇവർ ശ്രുതിയും പിന്നെ ആനന്ദും അങ്ങനെ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പറയാം, നമുക്ക് അപ്പോൾ ഓണർ പറയുവാണ്, ഇന്ന പോലെ ഞാൻ പ്രതീക്ഷിച്ചില്ല, കാരണം ഇത് കൊടുക്കണമെന്ന് ഓർത്തില്ല, പക്ഷേ എൻ്റെ ജോലിയും കാര്യങ്ങളെല്ലാം ഗൾഫിലാണ്, അതുകൊണ്ട് കൊടുക്കാണ്ടിരിക്കാൻ പറ്റത്തില്ല, ഇപ്പം ഞങ്ങൾ അങ്ങോട്ട് സെറ്റിലാകാനുള്ള പരിപാടിയൊക്കെ ആണെന്നുള്ള പുള്ളി പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് സാറേ, ഈ 5 കോടി രൂപ എന്നുള്ളതിൽ എങ്ങനെ നിങ്ങൾ ഇത്രയും വില കുറച്ച് 3 കോടി രൂപയ്ക്ക് കൊടുക്കാൻ കാര്യം എന്താണ്? അത് ഒന്നത്തെ കാര്യം. അപ്പോൾ ആ സ്ത്രീ പറയാണ്, വേറൊന്നുമല്ല, ഞങ്ങളിത് മേടിച്ചത് ഞങ്ങൾ വലിയ പണത്തിനൊന്നുമില്ല, ആർത്തി കാണിക്കാത്തവരൊക്കെ തന്നെയാണ്, അതുകൊണ്ട് കാരണം ഞങ്ങൾക്ക് ആവശ്യമില്ല. അതായത് എന്നിട്ട് പുള്ളി പറയുന്നുണ്ട്, അതായത് ഞങ്ങൾ 2 കോടിക്ക് മേടിച്ച സ്വത്താണിത്, ഇപ്പം 1 കോടി രൂപ ഞങ്ങൾക്ക് കൂട്ടി വേണം, അങ്ങനെ ഞങ്ങൾ 3 കോടി ആഗ്രഹിക്കുന്നു, അല്ലാതെ ഞങ്ങൾ കൂടുതലായിട്ടൊന്നും ആഗ്രഹിക്കുന്നില്ല. 3 കോടി രൂപയുടെ 3 കോടി രൂപ തരുവാണെങ്കിൽ ഞങ്ങൾക്ക് ലാഭമുണ്ട്, നിങ്ങൾക്കും അത്യാവശ്യം കുഴപ്പമില്ല. 5 കോടിയുടെ ആസ്തിയുള്ള സാധനമാണെങ്കിൽ എപ്പോഴും നിങ്ങൾക്കും അത്യാവശ്യം അതിൻ്റെ അകത്ത് ഒരു പ്രതിഫലം കിട്ടുമല്ലോ, അതായത് നല്ല രീതിയിലൊരു വാല്യൂ കിട്ടുമല്ലോ. അത് 5 കോടി സാധനം 3 കോടി രൂപയ്ക്ക് കിട്ടുമ്പോഴത്തേക്ക് അതിനൊരു മതിപ്പ് നിങ്ങൾക്കും കിട്ടും, ഞങ്ങൾക്കും വലിയ നഷ്ടമില്ലാത്ത രീതിയിൽ കിട്ടും എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും പറഞ്ഞ് ഓക്കെ സാർ പിന്നെ നിങ്ങൾക്ക് ഇത് ഏതാണ്ട് ടെസ്റ്റ് ചെയ്യാനും ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കുറേ പേപ്പറും കാര്യങ്ങളെല്ലാം മുദ്രപത്രവും കാര്യങ്ങളെല്ലാം എടുത്ത് കൊടുക്കുകയാണ്. അതെടുത്ത് കൊടുത്തു കഴിയുമ്പോൾ അത് പത്രം എല്ലാം എടുത്ത് നോക്കുന്നുണ്ട്. ശ്രുതി ഇങ്ങനെ മാറി മാറി നോക്കുന്നുണ്ട്. അങ്ങനെ നോക്കി കഴിയുമ്പോഴത്തേക്ക് ഓക്കെ സാർ എല്ലാം റെഡിയാകുന്നു പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇപ്പം എന്താ ചെയ്യേണ്ടത് സാർ എന്നുള്ളത്, ഞങ്ങൾക്കൊരു നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യം സെറ്റിലാക്കാം എന്ന് പറയുമ്പോഴത്തേക്ക് ശ്രുതി പറയാം, സാർ അങ്ങനെ പെട്ടെന്ന് സെറ്റിലാക്കാൻ പറ്റുന്നത് ഞങ്ങൾക്ക് ഒരു 50 ലക്ഷം രൂപ, 50 ലക്ഷം ഇല്ല, ഞങ്ങൾക്ക് കുറച്ച് എമൗണ്ട് തരാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് ബാലൻസ് പിന്നെ ബാങ്കിൽ ലോൺ അപ്ലൈ ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് മാത്രമേ നമുക്ക് തരാൻ പറ്റത്തുള്ളൂ. സാറൊന്ന് സഹകരിക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് അത് കുഴപ്പമൊന്നുമില്ല, അതിപ്പോൾ എന്താ ചെയ്യേണ്ടത്, അതിങ്ങനെ ആലോചിക്കുന്നു. എന്നിട്ട് പറയാം, സാർ ഇപ്പോൾ നിങ്ങൾക്ക് എത്ര രൂപ തരാൻ പറ്റുന്നത് സാർ, നമുക്ക് അങ്ങനെ ഒരു 50 ലാക്ക് തരാൻ പറ്റുമോ ചോദിക്കും. 50 ലാക്ക് തരാൻ പറ്റത്തില്ല സാർ, അങ്ങനെയാണെന്നൊരു നമുക്കൊരു 30 ലാക്ക് ഉറപ്പിക്കാൻ പറ്റുമോ ചോദിക്കും. ഉടനെ ശരി 30 ലാക്ക് എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാനൊരു ദൈവവിശ്വാസിയാണ്, അപ്പോൾ ഞാനൊരു അമ്പലത്തിൽ വെച്ച് ആദ്യം ഒരു 5 ലക്ഷം രൂപ നിങ്ങൾ തരണം, അത് ആ ദൈവത്തിൻ്റെ മുമ്പിലാക്കുമ്പോഴത്തേക്ക് വെച്ച് ഒരു ഐശ്വര്യം ആയിക്കോട്ടെ എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോൾ വിശ്വാസം ഉറപ്പിക്കുവാണ്. ശരി എന്നൊക്കെ പറഞ്ഞ് ഉറപ്പിച്ച് എന്നിട്ട് സാർ ഇപ്പം പോയിട്ട് വരാം, അടുത്ത ദിവസം തന്നെ നമുക്ക് ഫണ്ടും കൊണ്ടുവരാമെന്നുള്ള ഇതിൽ രണ്ടുപേരും സന്തോഷിച്ച് കൊണ്ട് ഇറങ്ങും. അപ്പോൾ ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് ആനന്ദ് പറയുന്നുണ്ട്, ബ്രോ മേടിക്കണം, പെട്ടെന്ന് മേടിക്കണം. ഉടനെ താങ്ക്സ് ബ്രോ, നിങ്ങൾ ചെയ്ത ഉപകാരങ്ങൾക്ക് എന്ത് നന്ദി പറയാനാ, അത്ര രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ ചെയ്ത് തരുന്നുണ്ടല്ലോ എന്ന് പറയാം. താങ്ക്സ് ഒക്കെ പഠിക്കട്ടെ, 2% കമ്മീഷൻ, അത് 3 കോടി 2% കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 30,000 അടുപ്പിച്ച് വരുന്നുണ്ടെന്ന് തോന്നുന്നു. 30 ലക്ഷം അടുപ്പിച്ച് വരുന്നുണ്ടെന്ന്. 3 കോടിയുടെ 10 ലക്ഷം അല്ല 3 ലക്ഷം അടുപ്പിച്ച് വരുന്നുണ്ട്. അങ്ങനെയുള്ള രീതിയിലുള്ള ഞാൻ കാൽക്കുലേഷൻ എടുത്ത് പറഞ്ഞു തന്നുള്ളൂ. ആ സമയത്ത് അങ്ങനെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അടുത്ത സീൻ കാണിക്കുന്നത് രേവതിയാണ്. രേവതി മറ്റേ ഓഫീസിൽ വന്ന് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് നല്ല രീതിയിൽ പ്രശാന്തിൻ്റെ ഫംഗ്ഷനെല്ലാം കഴിഞ്ഞിട്ട് നിൽക്കുമ്പോഴത്തേക്ക് രേവതിയിലാണ് മാനേജർ പറഞ്ഞത്, രേവതി തൻ്റെ വർക്ക് സൂപ്പർ വർക്കായിരുന്നു കേട്ടോ, എല്ലാവർക്കും ഭയങ്കര അഭിപ്രായമായിരുന്നു, ഇനിയും വർക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്, അപ്പം നല്ല രീതിയിൽ ചെയ്യണം, അതിന് ഇതിനെക്കാട്ടും ബെറ്ററായിട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ പറയുമ്പോഴത്തേക്ക് സാറേ ഞാൻ ഉറപ്പായിട്ട് ചെയ്യാതെ പറയും. അപ്പം ശമ്പളം എടുത്ത് കൊടുക്കണം. അപ്പോഴത്തേക്ക് ബാലൻസ് എമൗണ്ട് കഴിഞ്ഞ ദിവസം 10 രൂപ നമുക്ക് അഡ്വാൻസ് ഒന്ന് ബാലൻസ് എമൗണ്ട് ഫുൾ എമൗണ്ട് ഉണ്ട്, നിങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തണം സാറ് പറഞ്ഞപ്പോൾ തന്നെ ഇത് എണ്ണി തിട്ടപ്പെടുത്തിയത് പോലെ തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നത്, അതുകൊണ്ട് എനിക്കൊന്നും എണ്ണി തിട്ടപ്പെടുത്താനില്ല, സാറ് തന്നെ എല്ലാം ചെയ്തതല്ലേ, ഇനിയിപ്പോൾ ഞാനൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് രേവതി പറയണം. രേവതി അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഓക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് എന്നിട്ട് ആ പുള്ളിക്കാരൻ മാനേജർ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഇത് ഈ വർക്ക് ആദ്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഡെക്കറേഷൻ ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ഹേമ മേഡമാണ്. ആ ഹേമ മേഡം ഇത് അറിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. മാത്രമല്ല അവരുടെ ക്യാരക്ടർ വളരെ മോശമാണ്, അപ്പം ഒന്നിച്ചിരി സൂക്ഷിക്കണം, കാരണം അവർക്കിത് ഇഷ്ടപ്പെടത്തില്ല. അവർക്കെന്ന് പറയുമ്പോഴത്തേക്ക് അവർ തന്നെ വർഷങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്, അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ലെന്ന് പറയുമ്പോഴത്തേക്ക് പുള്ളിക്കാർ രേവതി പറയുക, സാർ അത് ഇഷ്ടപ്പെടണമെന്നില്ല ശരിയാണ്, പക്ഷെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വർക്ക് കൊടുത്തു, അവർക്ക് ഓർഡർ കൊടുത്തോ കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ല, അവരുടെ ഇപ്പം രേവതി സംസാരിക്കുന്ന പോലെയല്ല അവർ സംസാരിക്കുന്നത്. അവരെന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് മാത്രം വേണമെന്ന് പറഞ്ഞു, പക്ഷേ രേവതിയുടെ അഭിപ്രായം എന്ന് പറയുന്നത് രേവതി അവർക്കും കൊടുത്തു എനിക്കും വേണമെന്നുള്ളത്. അപ്പം അതെങ്ങനെ ഒരു
സെപ്പറേഷൻ ഇല്ലാത്ത രീതിയിൽ സംസാരിക്കുന്നത്. പക്ഷെ അവരങ്ങനെയല്ല രേവതി എന്നൊക്കെ പറയുന്നത്. ഇപ്പം എന്താ ചെയ്യാൻ പറ്റുന്നത്? അല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് രേവതിക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എഫേർട്ട് എടുത്ത് ചെയ്യുക, നമുക്ക് നോക്കാം, വഴി ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി എന്നുള്ള ഇതിലാണ് പറഞ്ഞ്. അപ്പോൾ ശരി എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ആ ഹേമയാണ്. ഹേമ നമ്മൾ ഒരു കാറിൽ വന്നിറങ്ങിയിട്ട് എന്താ കയ്യിലൊരു, പിന്നെ എടുത്തെടുത്ത് കാണിക്കുന്നില്ല, കാരണം ഒരു വല്ലാത്തൊരു വില്ലത്തിയുടെ ഒരു ക്യാരക്ടർ പോലെയാണ് കാണിക്കുന്നത്. കയ്യിലൊക്കെ ഒരു വയലും മോതിരമൊക്കെ ഇട്ട് അതിന് പുറകെ ആൾക്കാരൊക്കെ കൂടി അല്ല, മറ്റേ ഡ്രൈവർ വന്നിട്ട് തുറന്നിട്ട് മേഡം ഇറങ്ങും, മേഡം തന്നെ സ്ഥലം എത്തി, മേഡം ഇറങ്ങുന്ന പറയുമ്പോഴത്തേക്ക് ഇവർ വല്ലാത്തൊരു സ്ലോ മോഷനൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങനെ നിൽക്കുക. അങ്ങനെ ഇറങ്ങി കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു വില്ലത്തൊരു ലുക്കൊക്കെ ഉണ്ട്. ഇങ്ങനെ കണ്ണാടിയൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഡ്രൈവർ പറയും, സാർ മേഡം എന്താ നോക്കാതിരുന്നേ, എന്താ ഇറങ്ങാണ്ടിരുന്നതെന്നൊക്കെ ചെന്ന് ഉടനെ ചെവിക്ക് പിടിച്ച് കിഴിച്ചിട്ട് പറ. അവർ ചെവിക്ക് പിടിച്ചിട്ട് പറഞ്ഞ് തന്നോട് ഒരുപാട് പറഞ്ഞിട്ടില്ല, ഓവറായിട്ട് സംസാരിക്കരുത്, ഓവറായിട്ട് ഇടപെടുന്നത് പറഞ്ഞിട്ടില്ല, നീ എന്തിനാ എങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള രീതി പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് നിൽക്കുന്ന ഒരു സീനാണ് അവിടെ കാണിക്കുന്നത്. എന്നിട്ട് അകത്ത് കയറി വരുമ്പോഴത്തേക്കും എടോ, അപ്പം മാനേജറോട് ചോദിക്കാം, ഹേമാമേടം ചോദിക്കാം, എടോ തന്നോട് പറഞ്ഞിട്ടില്ലേ ഇവിടെ എന്തെങ്കിലും പരിപാടി നടന്നു കഴിഞ്ഞാൽ അറിയിക്കണം എന്ന് പറഞ്ഞാൽ, എൻ്റെ ഓർഡർ നിങ്ങൾ ആർക്ക് മാറ്റി കൊടുത്തതെന്ന് ചോദിക്കുക. അത് രേവതി എന്ന് പറഞ്ഞ ആൾക്ക് അതെന്തുകൊണ്ട് കൊടുത്ത്, എന്തിനാണ് കൊടുത്തത്, അത് അങ്ങനെ കൊടുക്കാൻ പാടില്ലോ, നിങ്ങളത് കൊടുത്ത ന്യായമാണ്, കൊടുത്തത് ശരിയാണെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് പറയുക, മാഡം അവരുടെ വർക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, അവർക്കൂടൊന്ന് കൊടുത്തു നോക്കുക എന്ന് മുതലാളി പറഞ്ഞിട്ടാണ് എന്ന് പറയുമ്പോഴത്തേക്ക്, മുതലാളി പറഞ്ഞെങ്കിൽ ഞാനല്ല ഇതിൻ്റെ മുമ്പ് ഇതെല്ലാം ചെയ്തത്, ഇപ്പം മാറ്റിക്കൊടുത്തതിൻ്റെ കാര്യം അത് നടക്കത്തില്ല, ഞാൻ മതി, ഹേമ മാത്രം മതി ഇതിൻ്റെ അകത്ത്, ഈ ഒരു ഫീൽഡ് ഞാൻ മാത്രം മതി, ഇവിടെ ഇതിൻ്റെ അകത്ത് വേറെ ഒരാളും കയറുന്ന എനിക്ക് ഇഷ്ടമല്ലാത്ത, എനിക്കറിയാമല്ലോ മേഡം, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാനിവിടുത്തെ ശമ്പളക്കാരനല്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല, മാത്രം ഇവിടെ വരുന്ന ഓർഡറിൻ്റെ കാര്യം എനിക്കറിയാമല്ലോ, ആ ഓർഡർ പിടിക്കണോ വേണ്ടോ എന്ന് എനിക്ക് പറയുവാണെങ്കിൽ ഞാനത് നോക്കുമായിരുന്നല്ലോ, ചെയ്യുമായിരുന്നല്ലോ, എന്തുകൊണ്ട് നീ എന്നോട് പറഞ്ഞില്ല എന്നൊക്കെ രീതി പറയുന്നുണ്ട്. അപ്പം അവളെന്ന് കാണണമെന്ന് പറഞ്ഞാൽ, സാർ ഇപ്പോൾ പോയിട്ടുള്ളൂ, തന്നെ അവിടെ നിൽപ്പുണ്ടെന്ന് പറഞ്ഞ് അവരെ വിളിച്ചുകൊണ്ട് വരികയാണ്. ഹേമയും ഡ്രൈവറെ വിളിച്ചുകൊണ്ട് നോക്കുമ്പോഴത്തേക്ക് രേവതി ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. രേവതി ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് വന്നിട്ട് നോക്കുക, എന്നിട്ട് പെട്ടെന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകുന്ന സീനാണ് കാണിക്കുന്നത്. പുള്ളിക്കാരി പെട്ടെന്ന് കുറച്ച് ക്യാഷ് എടുത്ത് കൊടുക്കുക, ക്യാഷ് എടുത്തിട്ട് മാനേജർ കൊടുത്തിട്ട് ഈ ക്യാഷ് ഇരിക്കട്ടെ നടന്നത്. മാനേജർ എന്തിനാ വേണം ക്യാഷ്, ഞാൻ എന്നെ മേഡം ഓർഡർ പിടിച്ചിട്ടുള്ള കമ്മീഷനൊന്നും അല്ലല്ലോ, ഇത് കമ്മീഷനല്ല, ഇത് തനിക്ക് ഞാൻ അന്ന് കമ്മീഷൻ തരുമായിരുന്നു, അവളാണ് കമ്മീഷൻ തരത്തില്ലോ, അപ്പം ഈ ഓർഡർ അവൾ എടുത്തിട്ട് കമ്മീഷൻ തന്നില്ല, ആ കമ്മീഷനാണ് ഈ കമ്മീഷൻ എന്ന് പറഞ്ഞ്, ആ പൈസ ആണ് ഇതെന്ന് പറഞ്ഞ് പിടിച്ചോളാൻ പറഞ്ഞ് അങ്ങനെ കൊടുക്കുമോ. മാനേജർ ഇത് മേടിക്കുക, എന്നിട്ട് അവർ പോകുന്ന സീനാണ് കാണിക്കുന്നത്. അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വരുന്ന സീനാണ്. നമ്മുടെ വീട്ടിൽ വരുമ്പോഴത്തേക്ക് രേവതി വീട്ടിൽ വന്ന് സീഡ്സ് കൊടുക്കുക, അത് നമ്മുടെ രവീന്ദ്രന് കൊടുക്കുക. അച്ഛാ സീഡ്സ് എന്ന് പറഞ്ഞിട്ട്, എന്തിനു നമ്മൾ സീഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് പറയാം. അപ്പം പിന്നെ ചന്ദ്രമതി ചോദിക്കുന്നത്, ഇത്ര നേരമായിട്ട് എവിടെയായിരുന്നു, നിനക്ക് ഈ സമയത്തിനൊക്കെ കയറി വരുന്നത്, കാരണം ഈ വീട്ടിൽ അങ്ങനെ ഒന്നും കയറി വരാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയാം, അത് അവളുടെ വർക്ക് അങ്ങനെ ആയിട്ട് നീ അവളെന്തിനാ ചാടിക്കുന്നത് എന്ന് പറഞ്ഞ് മാത്രമല്ല അവളെ അങ്ങനെ ചൂടാക്കുന്നു, അവളിപ്പോൾ പുതിയ വർക്കൊക്കെ എടുത്ത് നിർത്തല്ലേ, വലിയ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പറയാം, വലിയ രീതിയിൽ വലിയ കാശ് വലിയ പണക്കാരായാൻ പോവല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് രേവതി പറയാം, അച്ഛൻ സ്വീറ്റ്സ് പറയാം, എൻ്റെ മോളെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ സ്വീറ്റ്സ് തരുന്നുണ്ടല്ലോ, കഴിഞ്ഞ ദിവസം സ്വീറ്റ്സ് തന്നു, ഇപ്പോഴും സ്വീറ്റ്സ് എന്താ മോളെ, അച്ഛൻ ഞാൻ കഴിഞ്ഞ ദിവസം വർക്ക് ചെയ്ത വർക്കിൻ്റെ എമൗണ്ട് തീർന്നു, വർക്ക് തീർന്നു, ഡെക്കറേഷൻ എല്ലാം നന്നായിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഇനി വർക്ക് തരാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്, കൂടാതെ പിന്നെ അതിൻ്റെ ശമ്പളം കിട്ടിയതാണ്, ബാലൻസ് എമൗണ്ട് കിട്ടുന്നത്, അതിൻ്റെ ഒരു ചിലവാച്ചെന്ന് പറഞ്ഞു. ആണോ സത്യം, ശരിക്കും ഈ അസൂയ മൂത്തിട്ട് ചന്ദ്രമതി പറയുവാണ്, ഇതിപ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ട് രവിയേട്ട, ചുമ്മാ ഉള്ള ഷുഗറെല്ലാം കൂടും, ഒന്നാമത്തെ ഷുഗറുണ്ട്, ഇതിൻ്റെ ഇടയ്ക്ക് ഉള്ള സ്വീറ്റ്സ് എല്ലാം വലിച്ച് കയറ്റുമ്പോഴത്തേക്ക് ഇതിൻ്റെ കാര്യം നിനക്ക് വല്ല കാര്യം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോഴത്തേക്ക് നിനക്ക് എന്താ ചന്ദ്രമതി അസൂയ, നീ എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത്, അവൾ രക്ഷപ്പെട്ടു വന്നുകൊണ്ടിരിക്കുകയല്ലേ, നമ്മുടെ കൊച്ചല്ലേ അവൾ എന്നൊക്കെ പറഞ്ഞു, നിനക്ക് സ്വീറ്റ്സ് വേണമെന്ന് പറഞ്ഞു, എനിക്ക് സ്വീറ്റ്സ് ഒന്നും വേണ്ടെന്ന്, മര്യാദയ്ക്ക് സ്വീറ്റ്സ് കഴിച്ചെന്ന് പറഞ്ഞു, നീ ഇന്ന് സ്വീറ്റ്സ് കഴിക്കുന്ന പറഞ്ഞു, എനിക്ക് വേണ്ടാന്നല്ലേ എന്ന് പറഞ്ഞു ഇങ്ങനെ ചെവി കൈ വിടുന്ന ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ഒരു ലഡു എടുത്ത് വായിക്കത്ത് വെച്ച് കൊടുക്കും. നമ്മുടെ രവീന്ദ്രൻ വായിക്കത്ത് ഒരു ലഡു എടുത്ത് വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് തിന്നിട്ട് തിന്നായിരിക്കും. അപ്പോഴത്തേക്ക് ഇങ്ങനെ വായിൽ ലഡു ഇരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്, അതായത് ഈ ഫാമിലിയിൽ എന്ത് ആഘോഷം നടന്നാലും എല്ലാവരും അതിൻ്റെ അകത്ത് അംഗമാണ്, അതിൻ്റെ അകത്ത് ആരും തന്നെ മാറി നിൽക്കാൻ പാടില്ല, അതുകൊണ്ട് നീയും അംഗമാണ്, എല്ലാവരും അംഗമാണ് എന്ന് പറയുന്നൊരു സീനാണ് നമ്മൾ കാണുന്നത്. അത് കഴിഞ്ഞുകൊണ്ട് അതിനകത്ത് പെട്ടെന്ന് നമ്മുടെ സച്ചി ഓടി വന്നിട്ട് എന്താ കാര്യങ്ങൾ എന്ന് പറയാം, സച്ചിയേട്ടാ എനിക്ക് ശമ്പളം കിട്ടി, ശമ്പളം ഇന്ന പോലെ ബാലൻസ് എമൗണ്ടൊക്കെ കിട്ടിയെന്ന് പറയുവാണ്. അങ്ങനെ പറഞ്ഞാൽ സന്തോഷം, നല്ല രീതിയിൽ സന്തോഷം എന്ന് പറയുമ്പോൾ, ഇത് വലിയ വർക്കല്ലേ അവൾക്ക് ശമ്പളം കിട്ടിയത് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ചന്ദ്രമതി പറയുമ്പോഴത്തേക്ക് സച്ചി ഒന്ന് നോക്കുന്നുണ്ട് അവളെ, അതായത് ചന്ദ്രമതിയിൽ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നിടത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ
ശ്രുതിയും വലിയ വണ്ടിയിലൊക്കെ വന്നിറങ്ങിയിട്ട് അച്ഛ അമ്മേ ഞങ്ങൾക്ക് പുതിയ വീട് ഞാൻ പോയിട്ട് എങ്ങനെയുണ്ട് മക്കളെ ചന്ദ്രമതി അയ്യോ എൻ്റെ മക്കൾ വന്ന് അവർ തന്നെ അവർ പുതിയ വീട് കണ്ടിട്ട് വന്ന് അവരിനി അടിച്ചു പൊളിച്ച് ജീവിക്കാൻ പോവാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് ശ്രുതി പറയാം ആൻറ്റി സൂപ്പർ വീട്, അതായത് സ്വർഗം തോറ്റു പോകുന്ന രീതിയിലുള്ള വീടൊക്കെയാണെന്ന് പറഞ്ഞു. ഓണോ എൻ്റെ മക്കളെ നിങ്ങൾ അത്ര രീതിയിൽ നല്ല വീട് കെട്ടുന്നത് അല്ല മേടിക്കുന്നതൊക്കെ എനിക്ക് വളരെ സന്തോഷമാണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞാൽ അച്ഛാ അമ്മ എനിക്ക് എന്നാ പറയണമെന്ന് അറിയത്തില്ല. അച്ഛനോടും വന്ന് പറയാം അച്ഛാ കാണാനൊരു രക്ഷയില്ല, അതുപോലെ രീതിയിലുള്ള ഭംഗിയുള്ളൊരു വീടാണ്, ഇപ്പം എന്നാ ചെയ്യാനാ, കാരണം ഞാൻ മേടിച്ചേ പറ്റും, ഞങ്ങളിപ്പോൾ അഡ്വാൻസ് കൊടുക്കാൻ പോകുന്നു, 30 ലക്ഷം രൂപ കൊടുക്കാൻ പോകാതെ എന്നൊക്കെ പറഞ്ഞൊരു ഭയങ്കര ബഹളം. അതിൻ്റെ അകത്ത് ശ്രുതിക്ക് നിൽക്കക്കളില്ല, അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പരതി ഇങ്ങനെ നടക്കുകയാണ്. ശ്രുതിയും പുറകെ നടക്കണം എല്ലാം. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മാറി നിൽക്കുകയാണ്. അത് ഞങ്ങൾ അങ്ങോട്ട് പോവാ എന്ന് പറയുമ്പോഴത്തേക്ക് ശ്രുതിയും റൂമിലേക്ക് പോകാൻ മക്കളെ ഞാനും വരുന്നെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതിയും പുറകെ പോകണം. ഉടനെ അവിടെ ഇരുന്ന് സച്ചിയും രവീന്ദ്രൻ പറയണ്ടേ ഇത് എന്തിനുള്ള പോക്കാന്ന് എനിക്കറിയത്തില്ല, വലിയൊരു 3 കോടി രൂപയുടെ ആസ്തിയുള്ള ഒരു വീടൊക്കെ മേടിക്കാൻ പോകാന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് എത്രമാത്രം സത്യസന്ധത ഉണ്ട് എന്താണെന്നും അറിയത്തില്ല. ഇന്നത്തെ വേറൊരു സീൻ കാണിക്കുന്നത് ഞാൻ പറഞ്ഞില്ല, സോറി. അതായത് ഇവർ അഡ്വാൻസ് കൊടുക്കാന്നൊക്കെ പറഞ്ഞ് അവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് ആ വീട്ടിലെ ആ 2 ഓണർ എന്ന് പറഞ്ഞാൽ 2 പേര് ഭാര്യയും ഭർത്താവും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പറഞ്ഞ കാര്യം വിശ്വസിച്ച് 2 ഒരു മണ്ടനും പോകുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലായിടത്തും നമ്മളെല്ലായിടത്തും എടുക്കുന്നതായിട്ടുള്ള അടവ് ഇവിടെ എടുത്തിട്ടുണ്ട്, ഇനിയിപ്പം ഒന്നും പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അവളങ്ങനെ അവർ പറഞ്ഞുകൊണ്ട് കാര്യം അവർ ഓൾറെഡി ഈ പരിപാടി അതായത് പറഞ്ഞിട്ട് ഈ വീട് വാടകയ്ക്ക് അവരെടുത്തേക്കാം, അതായത് 1.5 ലക്ഷം രൂപ തിരിച്ചു കൊടുത്തിട്ട് ബാക്കി എമൗണ്ടും കൊണ്ട് നമ്മൾ മുങ്ങണം, ബാംഗ്ലൂരിൽ പോയി മുങ്ങിയിട്ട് അവിടെ ഈ പരിപാടി തുടങ്ങണം എന്നുള്ള രീതി നമ്മുടെ ഈ ആ ഓണറും ഭാര്യയും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് ഇങ്ങനെ രവീന്ദ്രൻ ഇങ്ങനെ ചിന്തിച്ചിരിക്കുക എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം, ഇവർ പോയി കുഴിയിലാണോ ചാടുന്നത് ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീനാണ്. അപ്പോഴത്തേക്ക് അവസാനിക്കും നമ്മുടെ. അപ്പം രേവതി റൂമിലേക്ക് പോകും. അപ്പോൾ സച്ചി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക എന്താ ചെയ്യേണ്ടത് എങ്ങനെ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വീട് മേടിക്കാൻ ഇവർക്കൊരു വീടല്ല ഇവർക്കൊരു റൂം പോലും ഇല്ലാത്ത അവസ്ഥ. അപ്പോൾ ഒരു 3 കോടി രൂപയുടെ റൂമൊക്കെ വീടൊക്കെ മേടിക്കാൻ പോകുമെന്ന് പറഞ്ഞാൽ അവിടെ വലിയ ബഹളം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് സങ്കടമാണോ സന്തോഷമാണോ ഒന്നും അറിയത്തില്ല, ഇതെല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സച്ചി ചെയ്യുന്നത്. അതെല്ലാം ഇന്നത്തെ വീഡിയോ ഈ വിശേഷം കൊണ്ട് അവസാനിക്കുകയാണ്. നാളത്തെ വീഡിയോ ആയിട്ട് നമ്മൾ പിന്നെ വൈകിട്ട് നമ്മൾ പ്രൊമോ വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനാൽ ഇപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ വേണ്ടി ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് വീഡിയോയിൽ നിന്ന് ഇവിടെ പറയുന്നു സൈനിങ് ഓഫ്. താങ്ക് യു.